അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ പറശ്ശിനിക്കടവ് അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തി അവിടെ ഒന്ന് തൊഴുതു. പിന്നെ അവിടുത്തെ പ്രസാദമായ പുഴുക്ക് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിത് വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് ആ സൈഡൊക്കെ നടന്നു. അങ്ങനെ 6:30 ആയപ്പോൾ വെള്ളാട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളാട്ട് കാണാൻ നിന്നു കേട്ടോ. വെള്ളാട്ടൊന്നും വീഡിയോ എടുത്തില്ല, അതിനകത്ത് വീഡിയോ അനുവദനീയമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ നേരെ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ അവിടെ 7 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നേരെ പറശ്ശിനിക്കടവിലേക്ക് ആദ്യം വന്നത് കേട്ടോ. അതുപോലെ തന്നെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ അതിനകത്തും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അമ്പലത്തിനകത്തോട്ട് കയറ്റില്ല. പിന്നെ ഷർട്ട് അങ്ങനെ തോളിൽ പോലും ഇടാൻ പറ്റില്ല. അമ്പലത്തിന് അകത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ അമ്പലത്തിൽ ഇട്ടിട്ട് വരേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർ അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകണം കേട്ടോ. നാളത്തെ വിശേഷങ്ങൾ അടുത്ത ഷോർട്സ് ഉണ്ടാവുന്നതാണ്. അപ്പം ഏത് മോഡ്? ഭക്തി മോഡ്.